പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതുപോലെ നടക്കുന്ന മമതാ ബാനർജിക്കും അവരുടെ പാർട്ടിയിലെ സർവ്വപ്രതാപിയായ മരുമകൻ അഭിഷേക് ബാനർജിക്കും സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ കിട്ടിയ 8ന്റെ പണിയാണ് ഇപ്പോൾ ബംഗാളിലെ പ്രധാന ചർച്ചാ വിഷയം. പാവം മമത മരുമകന് നേരെ ആക്രമണം ഉണ്ടായ ഉടനെ വലിയ രാഷ്ട്രീയ കളി കളിക്കാൻ നോക്കിയതാണ്. പരിക്കേറ്റ പ്രവർത്തകരെ കാണാൻ സോനാപൂരിലെത്തിയ അഭിഷേക് ബാനർജിക്ക് നേരെ മുട്ടയേറും കല്ലേറും ഉണ്ടായപ്പോൾ ദീദി ചാടി വീണ് ഒരൊറ്റ പ്രസ്താവന അങ്ങ് ഇറക്കാൻ തീരുമാനിച്ചു. ഇത് BJP-ക്കാരുടെ പണിയാണ്, ജനാധിപത്യത്തെ അവർ തകർക്കുകയാണെന്ന്. ഈ ഒരു ആക്രമണ സംഭവത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP-ക്കെതിരെ ഒരു വലിയ ബ്രഹ്മാസ്ത്രമാക്കാനായിരുന്നു ദീദിയുടെ പ്ലാൻ. എന്നാൽ ദീദി കിട്ടിയ ചീട്ടുകൊട്ടാരം ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് തകർന്നടിഞ്ഞതെന്ന് നമുക്ക് നോക്കാം. പോലീസ് അന്വേഷണം നടത്തി കൃത്യമായി 6 പ്രതികളെ അങ്ങ് പൊക്കി. ദീദി വിചാരിച്ചത് ഇവരുടെ തലയിൽ BJP-യുടെ തൊപ്പി വെച്ചു കൊടുക്കുമെന്നാണ്. എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകിയ മൊഴി കേട്ട് പോലീസും ഞെട്ടി, ദീദിയും ഞെട്ടി. കാരണം പിടിയിലായ 6 പേരും സ്വന്തം പാർട്ടിക്കാരായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ സജീവ പ്രവർത്തകരായിരുന്നു. സ്വന്തം വീട്ടിൽ കള്ളനെ വളർത്തിയിട്ട് അയൽക്കാരനെ കുറ്റം പറഞ്ഞ ദീദിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? ബംഗാളിലെ ശക്തമായ തൃണമൂൽ നേതാവ് ലവ്ലി മൈത്രയുടെ ഏറ്റവും അടുത്ത അനുയായികളാണ് പിടിയിലായ ഈ 6 പേരും. ഇതോടെ BJP-യെ നാറ്റിക്കാൻ നോക്കിയ മമതാ ബാനർജിക്ക് സ്വന്തം അണികളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു. ഇനി ഇവിടെയാണ് പലർക്കും സംശയം തോന്നുക. സ്വന്തം പാർട്ടിയുടെ വലിയ നേതാവായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനെ തല്ലാൻ പാർട്ടിക്കുള്ളിലെ അണികൾ തന്നെ മുതിർന്നത് എന്തുകൊണ്ടാണ്? ലവ്ലി മൈത്രയും മമതാ ബാനർജിയും തമ്മിൽ എന്തിനാണ് തല്ലിപ്പിരിഞ്ഞത്? അതിന് നമ്മൾ കുറച്ചു കാലം പുറകോട്ട് പോകണം. ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അവിടെ ഒരു പാവം ജൂനിയർ ഡോക്ടറെ തൃണമൂലിന്റെ ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലയാകുന്ന മമത സ്വന്തം പാർട്ടിയുടെ ഗുണ്ടകളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ തൃണമൂൽ നേതാവായ ലവ്ലി മൈത്രിക്ക് ഇത് സഹിച്ചില്ല. അവർ ഈ ക്രൂരതയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായി പ്രതികരിച്ചു. പക്ഷെ മമതയ്ക്ക് അത് ഒട്ടും പിടിച്ചില്ല. ഈ വിഷയത്തിൽ കൂടുതൽ മിണ്ടരുതെന്നും വായടച്ചിരിക്കണമെന്നും പറഞ്ഞ് ലവ്ലി മൈത്രിയെ ദീദി പരസ്യമായി താക്കീത് ചെയ്തു. സ്വന്തം പാർട്ടിയിലെ ഒരു സ്ത്രീ നേതാവ് മറ്റൊരു സ്ത്രീയുടെ നീതിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാൻ നോക്കിയ ദീദിയുടെ അഹങ്കാരമാണ് ലവ്ലി മൈത്രിയെയും അവരുടെ അണികളെയും മമതയ്ക്കും മരുമകനും എതിരെ പൂർണ്ണമായി തിരിച്ചത്. ഈ ആർജിക്കർ വിഷയം തന്നെയാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ തോൽവിക്ക് പ്രധാന കാരണമായത്. തോൽവിക്ക് ശേഷവും തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ മമതയോ മരുമകനോ തയ്യാറായില്ല. അഭിഷേക് ബാനർജി എന്ന മരുമകൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ നാണം കെടുത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബംഗാൾ കയ്യേറ്റിയത്. പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഇയാൾ ഉപയോഗിച്ച മാർഗങ്ങൾ ക്രൂരമായിരുന്നു. കയ്യേറുന്ന പ്രദേശങ്ങളിലുള്ളവരെ ഓടിക്കാനും അവരെ ഭയപ്പെടുത്താനും അവിടുത്തെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തത് ഇയാളുടെ ഗുണ്ടകൾ പതിവാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി അവിടുത്തെ ക്രിമിനൽ ഗുണ്ട നേതാക്കളെയാണ് അഭിഷേക് ബാനർജി വളർത്തിയെടുത്തത്. ഈ ആക്രമണ രാഷ്ട്രീയത്തോടും ഗുണ്ടാ സംസ്കാരത്തോടുമുള്ള കടുത്ത അമർഷമാണ് സാധാരണക്കാരായ പാർട്ടി അണികളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സോനാപൂരിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ആക്രമണത്തിനെതിരായ അവരെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേന മാസ് കാണിച്ചു വന്നപ്പോഴാണ് ജനങ്ങളും അണികളും ചേർന്ന് മരുമകന് മുട്ടയും കല്ലും കൊണ്ട് ശരിക്കുമുള്ള മറുപടി നൽകിയത്. ദീദി അധികാരം തലയ്ക്ക് പിടിച്ച് അഹങ്കാരം മൂത്ത് സ്വന്തം അണികളുടെ നെഞ്ചത്ത് കുതിര കയറാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കി. പ്രതിപക്ഷത്തെ തകർക്കാൻ പുതിയ അടവുകൾ ഇറക്കുന്നതിന് മുമ്പ് സ്വന്തം പാളയത്തിലെ ചോർച്ചയടയ്ക്കാൻ നോക്കുന്നതായിരിക്കും ദീദിക്ക് നല്ലത്. BJP-യെ പൂട്ടാൻ നോക്കി ഒടുവിൽ സ്വന്തം അണികളുടെ കയ്യിൽ നിന്ന് തന്നെ മരുമകന് നല്ല അസൽ പണി മേടിച്ചു കൊടുത്ത ദീദിയുടെ ഈ മാസ് രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിൽ നമ്മൾ കൈയടിക്കുകയല്ലാതെ വേറെന്താണ് ചെയ്യുക? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? കളി തൃണമൂലിന് തന്നെ തിരിഞ്ഞുകൊത്തിയ ഈ അവസ്ഥയിൽ ഇനി അടുത്ത അടവുമായി ദീദി എപ്പോൾ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പുറത്തു നിന്നുള്ള ശത്രുക്കളെ നേരിടാൻ ദീദിക്ക് വലിയ എളുപ്പമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാം, BJP-യെ ചീത്ത വിളിക്കാം, ഗവർണറോട് ഉടക്കാം. ഇതൊക്കെ ദീദിയുടെ സ്ഥിരം നമ്പറുകളാണ്.
ബംഗാളിൽ താൻ പറയുന്നതാണ് നിയമം, താൻ വളർത്തുന്ന മരുമകനാണ് അടുത്ത രാജാവ് എന്നൊക്കെ വിചാരിച്ച് അണികളുടെ നെഞ്ചത്ത് കുതിര കയറാൻ നോക്കിയ ദീദിക്ക് ഇപ്പോൾ സ്വന്തം അണികളെ പേടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. കാരണം പണി വരുന്നത് എങ്ങോട്ടാണെന്ന് ദീദിക്ക് പോലും അറിയില്ല. BJP-ക്കാരെ ആയുധമാക്കാൻ നോക്കി നാണം കെട്ടതോടെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും ദീദിയെ നോക്കി ഉള്ളിൽ ചിരിക്കുകയാണ്. ആർജിക്കർ കോളേജ് സംഭവത്തിൽ സ്വന്തം പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് പകരം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ നോക്കിയപ്പോൾ ദീദി വിചാരിച്ചു അധികാരം ഉപയോഗിച്ച് എല്ലാവരുടെയും വായടപ്പിക്കാമെന്ന്. ലവ്ലി മൈത്രയെ പോലുള്ള ജനപിന്തുണയുള്ള നേതാക്കളെ പരസ്യമായി താക്കീത് ചെയ്തപ്പോൾ ദീദി മറന്നുപോയ ഒരു കാര്യമുണ്ട്. പാർട്ടിയിലെ അണികൾ നേതാവിനെ വിശ്വസിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ മരുമകന്റെ ഗുണ്ടാ പണികൾക്ക് കുടപിടിക്കാനല്ല. ഇപ്പോൾ ദീദിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സ്വന്തം നിഴലിനെ പോലും പേടിക്കേണ്ടി വരുന്നു. നാളെ ഒരു റാലിക്ക് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ കല്ലെടുത്ത് എറിയുമോ എന്ന അവസ്ഥ. പാർട്ടിക്കുള്ളിൽ മമതയ്ക്ക് നേരെ വലിയൊരു കലാപക്കൊടിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ലവ്ലി മൈത്രയുടെ ആളുകൾ തുടങ്ങിയത് ഒരു തുടക്കം മാത്രമായിരിക്കാം. മരുമകന്റെ ഭൂമി കയ്യേറ്റവും ഗുണ്ടാ സംസ്കാരവും കണ്ട് മടുത്ത ഒട്ടനവധി നേതാക്കൾ ഇപ്പോൾ തൃണമൂലിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പല ഗുണ്ടകളെയും താങ്ങി നടന്ന പാർട്ടിയുടെ അടിത്തറ ദീദി തന്നെ തോണ്ടിയതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെ പുറത്തു തിരഞ്ഞു നടന്ന ദീദിക്ക് സ്വന്തം പാർട്ടി ഓഫീസ് പോലും ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. അഹങ്കാരത്തിന് കാലം കാത്തുവെച്ച ഈ 8ന്റെ പണി കണ്ട് ബംഗാളിലെ ജനങ്ങൾ ചിരിക്കുകയാണ്. ഗുണ്ടകളെ വിട്ട് പാവങ്ങളുടെ ഭൂമി കയ്യേറുക, ചോദ്യം ചെയ്യുന്ന സ്ത്രീകളെ ക്രൂരമായി ആക്രമിക്കുക, എന്നിട്ട് അതിനൊക്കെ പല കൊടും ക്രിമിനലുകൾക്ക് പോലീസ് സംരക്ഷണം നൽകുക, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു പാവം ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ പോലും ആ ഒരു അഹങ്കാരത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല ദീദിക്ക്. നീതിക്ക് വേണ്ടി സംസാരിച്ച സ്വന്തം പാർട്ടിയിലെ ലവ്ലി മൈത്രയോട് മിണ്ടാതിരിക്കണം എന്ന് ആക്രോശിച്ചപ്പോൾ ദീദി വിചാരിച്ചു താൻ ബംഗാളിലെ ചക്രവർത്തിനിയാണെന്ന്. ഇതിലും വലിയ നാണക്കേട് വേറെ എന്താണുള്ളത്? പ്രതിപക്ഷത്തെ പൂട്ടാനിറക്കിയ ആയുധം ഒടുവിൽ സ്വന്തം അണികൾ തന്നെ തിരിച്ചെടുത്ത് ദീദിയുടെ നെഞ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ്. BJP-ക്കെതിരെ വിരൽ ചൂണ്ടി മാസ് കാണിക്കാൻ വന്ന ദീദിക്ക് ഇപ്പോൾ സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ വിയർക്കേണ്ടി വരുന്നു. ഇതിനെയാണ് ശരിക്കും അഹങ്കാരത്തിന്റെ പതനം എന്ന് പറയുന്നത്. അപ്പൊ അഹങ്കാരം കൊണ്ട് ദീദി കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം ഇപ്പോൾ സ്വന്തം വീടിനുള്ളിൽ നിന്ന് തന്നെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ ഗുണ്ടാ ഭരണവും അഹങ്കാരവും അവസാനിപ്പിച്ചില്ലെങ്കിൽ ബംഗാളിലെ ജനങ്ങൾ ഇതിലും വലിയ പണികളുമായി ചിലപ്പോൾ കാത്തിരിപ്പുണ്ടാകും. ഇനി മമതയ്ക്കും അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിക്കും നേരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത് വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന്റെ പൊട്ടിത്തെറിയായിരിക്കാം. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ സ്വന്തം അണികളുടെയും ജനങ്ങളുടെയും വികാരങ്ങളെ ചവിട്ടിമെതിച്ചാൽ ഏതൊരു ശക്തനായ ഭരണാധികാരിക്കും എന്തും സംഭവിക്കുമെന്നതിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്ന് ബംഗാൾ തെരുവിൽ നിങ്ങൾ കാണുന്നത്. തുടക്കത്തിൽ ഇതിനെ BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കിയ മമതയ്ക്ക് സ്വന്തം പാർട്ടിയിലെ തന്നെ അതൃപ്തരായ വിഭാഗമാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞതോടെ ഉണ്ടായ നാണക്കേട് ചെറുതല്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.